പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആഗതമായ വേളയിൽ ഒരു കഥ കേൾക്കൂ. സ്ഥാനാർത്ഥി മാമൻ. പ്രിയമുള്ള പഞ്ചവടിക്കടവ് ദേശവാസികളെ, അമ്മമാരെ, പെങ്ങന്മാരെ, ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 12-ാം വാർഡിൽ നിന്ന് ജനവിധി നേടുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കേശവൻ മാമന് കണ്ണട അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അനൗൺസ്മെൻറ്റ് വാഹനം വാർഡിൻ്റെ മുക്കിലും മൂലയിലും എത്തിച്ചേർന്നു. വലിയ കറുത്ത വട്ട കണ്ണട വച്ച് കേശവൻ മാമൻ്റെ ചിത്രം സഹിതം പോസ്റ്ററുകളും ഫ്ലക്സുകളും നിറഞ്ഞു. നമ്മുടെ സ്ഥാനാർത്ഥി കേശവൻ മാമൻ, നമ്മുടെ ചിഹ്നം കട്ടിക്കണ്ണട, നമ്മുടെ സ്ഥാനാർത്ഥി മാമനെ നിങ്ങൾ വോട്ടുകൾ നൽകി വിജയിപ്പിക്കൂ. പാട്ടുകൾ സഹിതമുള്ള അനൗൺസ്മെൻറ്റ് കൊഴുത്തു. ഇതുകൊണ്ടായില്ലല്ലോ, നേരിട്ട് പോയി എല്ലായിടത്തും വോട്ട് ചോദിക്കണ്ടേ. മാമൻ വളഞ്ഞ കാലൻകുടയുമായി പുറപ്പെട്ടു. ആദ്യമായി എത്തിച്ചേർന്നത് പഴയ സുഹൃത്ത് ബാലൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ബാലേട്ടാ ബാലേട്ടാ, ഹേ ബാലേട്ടാ, മാമൻ ഉറക്ക വിളിച്ചു. മറുപടി വലിയൊരു കുരയായിരുന്നു. അവരുടെ വീട്ടിലെ പട്ടി മാമന് നേരെ കുതിച്ചു ചാടി. അയ്യോ, വോട്ട് തന്നില്ലേലും വേണ്ടില്ല, പട്ടി അഴിച്ചുവിടല്ലേ എന്ന് പറഞ്ഞ് മാഷ് ഓടി തട്ടിത്തടഞ്ഞ് ഗേറ്റിന് സമീപത്തുള്ള കുഴിയിൽ വീണു. റോഡിൽ നോക്കി നിന്ന ആളുകളെല്ലാം പൊട്ടിച്ചിരിച്ചു. പട്ടിയെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ ആരുമില്ലായിരുന്നു. അതിൻ്റെ കുരയും ചാട്ടവും കണ്ട് ഭയന്ന് ഓടിയതാണ് മാമൻ. വീട്ടിലാളില്ല, പട്ടിയെ പൂട്ടിയിട്ടിരിക്കുക, ഞാൻ വോട്ട് ചോദിച്ചു വന്നിരുന്നുവെന്ന് പറയണേ. കേശവൻ മാമൻ ചമ്മിയ ചിരിയോടുകൂടി അയൽക്കാരോട് പറഞ്ഞു. എന്നിട്ട് അവരോടും വോട്ട് ചോദിച്ചു. ശരി, വോട്ട് തന്നേക്കാം. അവർക്ക് ചിരി അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അമളി ഇതോടെ തീർന്നില്ല. പിറ്റേ ദിവസം പാടവരമ്പിലൂടെ നടന്ന് ഒരു പഴയ തറവാട്ടിലാണ് വോട്ട് തേടി ചെന്നത്. പാടം കടന്ന് വീട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ഒരു കിണറുണ്ടായിരുന്നു. ആൾമറയില്ലാത്ത കിണർ. കേശവൻ മാമൻ തുള്ളിക്കളിച്ച് മുന്നോട്ട് നടന്നു ചെന്ന് കിണറിന് സമീപമുള്ള ഭാഗത്ത് ചെന്നപ്പോൾ ചെളി വിളിയായി കിടക്കുന്നു. ചെളിയിൽ ചവിട്ടാതിരിക്കാൻ ചങ്ങാതി ഒരൊറ്റ ചാട്ടം. വള്ളിച്ചെരുപ്പ് തെന്നി, ചെളിയിൽ തെന്നി തലയും കുത്തി നേരെ കിണറ്റിലേക്ക് വീണു. കിണറ്റിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് വിളിച്ചുകൂവി, അയ്യോ കൂട്ടരെ, വോട്ടു വേണ്ട, അയ്യോ കിണറ്റിൽ ഞാൻ വീണുപോയി, വല്ല കയറും എറിഞ്ഞു തന്ന് എന്നെ കരയേറ്റി വിട്ടിടേണേ. ലഹള കേട്ട ആളുകൾ ഓടിയെത്തി ഒരുവിധം മാമനെ കരക്കെത്തിച്ചു. അടുത്ത ദിവസം മൈതാനത്തിന് സമീപത്തുള്ള വീടുകളിലാണ് വോട്ട് തേടാൻ പോയത്. പകിട്ടും തിളക്കവുമുള്ള കുപ്പായം ധരിച്ച് കുടയും ചൂടി വരുന്ന സ്ഥാനാർത്ഥിയെ ആളുകൾ കൈവീശി കാണിച്ചു. അഭിമാനത്തോടെ മുന്നോട്ട് നടന്ന് മൈതാനത്തിന് സമീപം ചെന്നപ്പോൾ അവിടെ പുല്ല് തിന്നുകൊണ്ടിരുന്ന പശുവിന് മാമൻ്റെ വേഷം അത്ര പിടിച്ചില്ല. യാതൊരു പ്രകോപനവുമില്ലാതെ പശു മാഷിനെ തെറ്റിത്തെറിപ്പിച്ചു. പാവം, തെറിച്ചു വീണ് സാരമായ പരിക്ക് പറ്റി. അവശനായ മാഷ് പിന്നെ കുറച്ച് ദിവസം വിശ്രമത്തിലായിരുന്നു. ആശുപത്രിയിൽ കാണാൻ വന്ന സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥ സാഹസം വോട്ടു തേടലാണ്. ഏതായാലും നാട്ടിലെ പ്രധാന സംസാര വിഷയം കേശവൻ മാമൻ തന്നെയായിരുന്നു. മാമൻ്റെ അമളികൾ എല്ലായിടത്തും ചർച്ചയായി. 3-ാം ദിവസമാണ് വോട്ടെണ്ണൽ.
പ്രചാരണം കൃത്യമായി നടത്താൻ പറ്റാത്തതുകൊണ്ട് കേശവൻ മാമൻ റിസൾട്ട് അറിയാൻ പുറത്തിറങ്ങിയില്ല. പക്ഷേ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ മാമൻ ജയിച്ചു. ഇത്രയും നാൾ ഞാനൊരു പൊതുയോഗത്തിലും സംസാരിച്ചില്ല. വീഴ്ചയിൽ പരിക്ക് പറ്റി കിടക്കുന്നത് കൊണ്ട് ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനും പറ്റിയില്ല. അദ്ദേഹം നാൽക്കവലയിൽ നന്ദി പറയാനെത്തിയപ്പോൾ പറഞ്ഞു, അമ്മാവോ, അമ്മാവൻ തെരഞ്ഞെടുപ്പിന് നിന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ചിരിക്കാൻ ഒരുപാട് വകയുണ്ടായി. ഈ ടെൻഷനിടയിൽ അതൊരാശ്വാസമാണ്. അത് കേട്ട് മാമൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ കരയിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. അവിടെ പിന്നെ കേട്ടത് വലിയ പൊട്ടിച്ചിരിയും കയ്യടികളുമായിരുന്നു.